Hey bro, welcome to the Malayali podcast, connecting the life of Malayalis around the world. ഞാൻ കൃഷ്ണലാൽ കെ ജെ. 2026 എങ്ങനെയാണ് ഒരു പോഡ്കാസ്റ്റിംഗ് പേഴ്സണൽ ബ്രാൻഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലും കേരള, ഇന്ത്യ ഈ ഒരു കോണ്ടെക്സ്റ്റിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ ടീച്ചറോ ഡോക്ടറോ ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പോഡ്കാസ്റ്റിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പോഡ്കാസ്റ്റിനെ പറ്റി പറയുന്ന മുന്നേ ആയിട്ട് എന്തുകൊണ്ട് 2026 പേഴ്സണൽ ബ്രാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആവുന്നു? നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ തേടാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ജോലി അന്വേഷിക്കുമ്പോൾ HR നമ്മളെ പറ്റി അന്വേഷിക്കാറുണ്ട്. നമ്മളെപ്പറ്റി ആളുകൾ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ ഇമെയിൽ തരുന്നതിന് മുന്നേ ആയിട്ട് അവർ നമ്മളെപ്പറ്റി ഗൂഗിൾ ചെയ്യും. നമ്മൾ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ കേപ്പബിൾ ആണ് എന്ന രീതിയിലേക്ക് അവർ റിസർച്ച് ചെയ്യും. റിസർച്ച് ചെയ്യുമ്പോൾ അവരുടെ മുന്നിലേക്ക് നമ്മൾ എന്താണെന്നൊരു ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എത്തണം. പേഴ്സണൽ ബ്രാൻഡിങ് അതിനൊരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്രാൻഡാണ് നമ്മുടെ വോയിസ്, നമ്മുടെ ക്രെഡിബിലിറ്റി. നമുക്കൊരു സ്ട്രോങ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ നമ്മളെപ്പറ്റി മറ്റുള്ളവർ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായ നരേറ്റീവ് അവരുടെ മുന്നിലേക്ക് എത്തിക്കോളും. ഈ കോണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര സാച്ചുറേറ്റഡ് ആയി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോഡ്കാസ്റ്റിംഗ് അത് വളരെ സ്ട്രോങ് ആയിട്ടൊരു മീഡിയമാണ്. ഇന്ത്യയിലെ പോഡ്കാസ്റ്റിംഗ് ബൂമിനെ പറ്റി നമുക്ക് നോക്കാം. 2019 57 മില്യൺ മന്ത്ലി പോഡ്കാസ്റ്റ് ലിസണേഴ്സാണ് ഉണ്ടായിരുന്നത്. 2023 ആയപ്പോഴേക്കും 95 മില്യൺ മന്ത്ലി ലിസണേഴ്സ് ഉണ്ട്. ഞാൻ ദ മലയാളി പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നത് 2020 ആ കാലഘട്ടത്തിലൊക്കെ ആളുകൾക്ക് പോഡ്കാസ്റ്റ് എന്താണെന്ന് വലിയ രീതിയിലൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പല കണക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് പോഡ്കാസ്റ്റിൻ്റെ ഒരു റവന്യൂ, അല്ലെങ്കിൽ അതിന് കിട്ടുന്നൊരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 10 ടൈംസ് നമുക്ക് 2030 ആവുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ഇന്ന് പോഡ്കാസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ വരുന്ന 4 വർഷത്തിൽ നിങ്ങൾക്ക് കൃത്യമായ നിങ്ങളുടെ ബ്രാൻഡിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. കേരളത്തിലെ കോണ്ടാക്സിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി മലയാളം പോഡ്കാസ്റ്റുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. നീഷ് ബേസ് പോഡ്കാസ്റ്റുകളൊക്കെ ഇന്ന് സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരു സ്പേസ് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. വൈ പോഡ്കാസ്റ്റിംഗ്? അതെങ്ങനെയാണ് ബ്രാൻഡിങ്ങിനെ യൂണിക് ആക്കുന്നത്? പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഓഡിയോ തന്നെയാണ്. ബട്ട് ഇന്ന് കൂടുതലും വീഡിയോ പോഡ്കാസ്റ്റുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സെയിം നമുക്ക് ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഓഡിയോ പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ബട്ട് വീഡിയോ പോഡ്കാസ്റ്റിൻ്റെ ഗുണം നമുക്ക് കുറേ കൂടി വിസിബിലിറ്റി, ഒരു ബ്രാൻഡിങ് ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നത് വീഡിയോ പോഡ്കാസ്റ്റ് വഴിയാണ്. ബട്ട് ആളുകൾ ഈ പോഡ്കാസ്റ്റ് എത്ര വീഡിയോ പോഡ്കാസ്റ്റ് ആയാലും അതിനകത്ത് കേൾക്കാനുള്ള എലമെൻസാണ് ഉള്ളത്. സോ ആ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ ആളുകൾക്ക് ഇന്ന് അറ്റൻഷൻ സ്പാൻസ് വളരെ കുറവാണ്. ഒരു 30 സെക്കൻഡൊക്കെ റീലൊക്കെ ആളുകൾ കാണുന്നത് തന്നെ വളരെ അപൂർവമാണ്. വേഗം വേഗം സ്ക്രോൾ ചെയ്ത് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു 30 മിനിറ്റ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു 3 ഹവർ പോഡ്കാസ്റ്റ് ഒരാളിരുന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അത്രക്ക് സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ ഒരു ഓഡിയൻസ് ബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിനെയും നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റിനെയും അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെയും ഒരുപാട് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. അതായത് ഒരാൾ സ്ഥിരമായിട്ട് നമ്മുടെ വോയിസ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടോൺ, നമ്മുടെ പേഴ്സണാലിറ്റി അതെല്ലാം അവരിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യും. ഒരു AI വോയിസ് ഒന്നും അല്ലല്ലോ, ഒരു ഹ്യൂമൻ ടച്ച് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് നമ്മളോടൊരു കണക്ഷനും ഒരു ഇൻറ്റിമസിയും ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അവർ ട്രസ്റ്റ് ചെയ്യാനും ഒരു ബിസിനസ് കൺവേർഷൻ നടക്കാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ എൻ്റെ തന്നെ കാര്യം എടുക്കാം. ഞാൻ ദ മലയാളി പോഡ്കാസ്റ്റ് 2020 ആരംഭിച്ചത്. എനിക്ക് തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്, എന്ത് ടോപ്പിക്സാണ് സംസാരിക്കുന്നത് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഗ്രാജുവലി ഞാൻ അതിനകത്ത് കൂടുതലും ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നും പേഴ്സണൽ ബ്രാൻഡ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന ആളാണെന്നും എൻ്റെ ഓഡിയൻസിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എൻ്റെ പോഡ്കാസ്റ്റ് കേട്ട് എന്നെ കണക്ട് ചെയ്ത് പല രീതിയിൽ പല ബിസിനസ്സും എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന ഒരു പേഴ്സണൽ ബ്രാൻഡ് എനിക്ക് എൻ്റെ പോഡ്കാസ്റ്റിംഗ് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതായത് നമ്മൾ എന്ത് നീഷിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് നമുക്ക് കൂടുതൽ അതിലെ ഇൻസൈറ്റ്സും കാര്യങ്ങളും ഇൻ്റർവ്യൂസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ അതിലൊരു അതോറിറ്റി പേഴ്സണായിട്ട് നമുക്ക് മാറാൻ പറ്റും. പിന്നെ പോഡ്കാസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമ്മുടെ എപ്പിസോഡ്സ് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ പോലെ ആവരുത്.
ഇൻ്റർവ്യൂസ് വെച്ചാൽ എങ്ങനെയാണ് ആ കറണ്ട് ട്രെൻഡ് എന്താണോ അതിനെ പിടിച്ചിട്ടായി എപ്പോഴും ഒരു ഇൻ്റർവ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും പോഡ്കാസ്റ്റ് അങ്ങനെ ആവരുത്. ഇപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്ത എപ്പിസോഡ് 2 കൊല്ലം കഴിഞ്ഞ് കേട്ടാലും അതിനകത്തൊരു വാല്യൂ ഉണ്ടായിരിക്കണം, ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം, ഒരു ലൈക്ക് ആ ഒരു സംഭവം അവിടെ മിസ്സാവുകയാണെങ്കിൽ പിന്നെ ഒരു പോഡ്കാസ്റ്റിന് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം ഞാനിന്ന് സ്ഥിരമായിട്ടൊന്നും പോഡ്കാസ്റ്റ് ചെയ്യാറില്ല. മന്ത്ലി 1-2 എപ്പിസോഡ്സാണ്. ബട്ട് 125 എപ്പിസോഡ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വരുന്ന ലിസണേഴ്സ് എന്ന് വെച്ചാൽ അവർ വൺസ് എൻ്റെ പോഡ്കാസ്റ്റ് കേട്ട് എൻ്റെ ബാക്കി എപ്പിസോഡ്സ് കേട്ട് ലൈക്ക് അതിന് ടോട്ടലാണ് എനിക്കൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്ന കമൻസൊക്കെ എൻ്റെ പഴയ എപ്പിസോഡുകളെ പറ്റിയാണ്. സോ അങ്ങനെ ഒരു ലൈക്ക് ഒരു എവർഗ്രീൻ കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പോഡ്കാസ്റ്റിന് എപ്പോഴും ഒരു പവർ ഉണ്ടാവും. പിന്നെ പോഡ്കാസ്റ്റ് ഞാൻ കണ്ടേക്കുന്നൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ എപ്പിസോഡ് എപ്പോഴും ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 hours ആ ഒരു ഡ്യൂറേഷനിലായിരിക്കുള്ളൂ. നമുക്കിത് പല ക്ലിപ്സുകളാക്കിയിട്ട് നമുക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഷെയർ ചെയ്യാൻ പറ്റും. സോ മന്ത്ലി നമുക്കൊരു 2 എപ്പിസോഡ് ചെയ്യാൻ പറ്റിയാൽ പോലും നമുക്കതിൽ നല്ല പോർഷൻസ് കട്ട് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയാസിൽ ഒരു മന്ത് ഫുള്ളി എൻഗേജ്ഡ് ആക്കി നിർത്താനും അത് വൈറലായിട്ട് അതിൽ നിന്ന് ആളുകൾ നമ്മൾ പോഡ്കാസ്റ്റിൽ കേൾക്കാൻ വരാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് വളരെ ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളൊരു കമ്പനി റൺ ചെയ്യാണ്, നിങ്ങൾക്ക് മന്ത്ലി ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മന്ത്ലി ടോട്ടലി വേണ്ട സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് കൊളാബറേഷൻ. നമ്മൾ പോഡ്കാസ്റ്റിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗസ്റ്റ് പോപ്പുലർ ആയിരിക്കണം അല്ലെങ്കിൽ പോഡ്കാസ്റ്റർ പോപ്പുലർ ആയിരിക്കണം. രണ്ടുപേരും പോപ്പുലർ അല്ലെങ്കിൽ ആ പോഡ്കാസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആ ഗസ്റ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഗസ്റ്റിനൊരു ഓഡിയൻസ് ഉണ്ടാവും. ആ ഓഡിയൻസ് നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വരാൻ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പോഡ്കാസ്റ്റ് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ലൈക്ക് അതൊരു ബിൽഡിങ് ട്രസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് പോഡ്കാസ്റ്റ് വഴി ബിൽഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോണ്ടൻറ്റ് ഷോക്കേസ്, നമുക്കറിയാവുന്ന ഡൊമെയിൻ നോളജ് ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് ഒരു വിഷയത്തെ പറ്റി പറയാൻ പറ്റും. ഇത് കൂടുതലും നമ്മുടെ ക്രെഡിബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ പേഴ്സണൽ നരേറ്റീവ്സ്, നമുക്ക് നമ്മുടെ ജേണി പറയാം, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ വാല്യൂസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതിലൂടെ ഓഡിയൻസായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ഡിസിപ്ലിൻ ആൻഡ് കമ്മിറ്റഡ് ആകുന്ന രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എപ്പിസോഡുകൾ ഇറക്കേണ്ടത് ഒരു പോഡ്കാസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഒരു ഫെമിലിയാരിറ്റി നമുക്കിത് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടേക്കുന്ന ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്. അവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ അവർ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് തുടങ്ങും. ശരിക്കും നമുക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റും പാഷനും വേണം ഇതൊരു ലൈക്ക് ഒരു മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ അത് പലരിലും ഞാൻ മിസ്സാവുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് പബ്ലിക്കായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ലൈക്ക് നമുക്ക് അവിടെ ഒരു ഡിഫറൻസിയേഷൻ നമ്മളും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ മറ്റു ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് റീച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ബേസ് അനുസരിച്ച് പല കമ്പനികളും നമ്മൾ അപ്രോച്ച് ചെയ്യാനും നമുക്ക് അതുവഴി കൊളാബറേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓവർ ടൈം ഡെഫിനറ്റ്ലി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പില്ലറായിട്ട് മാറാൻ പോകുന്നത് നമ്മുടെ പോഡ്കാസ്റ്റ് തന്നെയാണ്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. പോഡ്കാസ്റ്റിംഗ് ഒരു മാജിക് ഒന്നുമല്ല, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ആർക്കും പോപ്പുലർ ആകാൻ പറ്റില്ല. സോ അതിൻ്റെ ഒരു ഫ്ലോയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ഈ ചലഞ്ചസ് കൃത്യമായിട്ട് നമ്മൾ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ചൊരു പൊസിഷനിൽ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പോഡ്കാസ്റ്റിൻ്റെ വിസിബിലിറ്റിയെ പറ്റി പറഞ്ഞെങ്കിലും കേരളത്തിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾക്ക് പോഡ്കാസ്റ്റിനെ പറ്റി അറിയാത്തവരാണ് കൂടുതലും. അപ്പോൾ ആ ഒരു ആളുകളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഈ വീഡിയോ പോഡ്കാസ്റ്റ് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഓഡിയോയിലാണെങ്കിൽ ലൈക്ക് ആളുകൾ അതറിഞ്ഞ് അവരെ ഫീൽഡിലേക്കൊക്കെ എത്തിക്കാൻ കുറച്ച് ടഫാണ്. നമ്മൾ വീഡിയോ പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ ഡെഫിനറ്റ്ലി അതിനൊരുപാട് അൽഗോരിതംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കോണ്ടൻറ്റ് ആളുകൾക്ക് എത്താനൊക്കെ ഒരുപാട് നമ്മളെ ലൈക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് സെയിം കോണ്ടൻറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റും. പിന്നെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി രണ്ട് ഇതിലെ ക്വാളിറ്റി ഉണ്ട്. ലൈക്ക് പറയുന്ന കാര്യത്തിനെ പറ്റിയുള്ളൊരു ക്വാളിറ്റിയും പിന്നെ ഔട്ട്പുട്ടിൻ്റെ ഒരു ക്വാളിറ്റിയും. ഓഡിയോ ലൈക്ക് നല്ല ക്ലിയർ ആയിരിക്കണം, വീഡിയോസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ടോപ്പിക്സ് അല്ലെങ്കിൽ നീഷ് ക്ലാരിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു ഡോക്ടറാണെങ്കിൽ എല്ലാ വിഷയവും സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരെന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക.
ഓട്ടോമാറ്റിക്കലി അൽഗോരിതംസിനൊക്കെ കാര്യം മനസ്സിലാവും. ലൈക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇന്ന വിഷയം മാത്രമാണ് സംസാരിക്കുന്നത്. ലൈക്ക് ഇന്ന് വോയിസ് സെർച്ചൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതും ആ ഒരു വിഷയത്തെ പറ്റിയാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആളുകൾ നമ്മളിലേക്ക് എത്താൻ, നമ്മളെങ്കിൽ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട്. സോ കൃത്യമായൊരു നീഷ്, കൃത്യമായൊരു ടോപ്പിക്, ആ ഒരു ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കൺസിസ്റ്റൻസി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ആളുകളിലേക്ക്, നമ്മുടെ ലിസണേഴ്സിലേക്ക് നമുക്ക് എപ്പിസോഡ് എത്തിക്കാൻ പറ്റണം. അവരൊരിക്കലും നമ്മൾ മറന്നു പോകാനൊന്നും പാടില്ല. സോ കൺസിസ്റ്റൻസി. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പ്ലാൻ വേണം. നെക്സ്റ്റ് വരുന്ന 3 മന്ത്സിൽ നമ്മൾ എന്ത് എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. അത്രയും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ 2026 നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്യാം. നമ്മുടെ ബ്രാൻഡ് വോയിസ് എന്തായിരിക്കണം, നമ്മുടെ മിഷൻ, നീഷ്, ടാർഗറ്റ് ലിസണേഴ്സ് ആരാണ്, ലൈക്ക് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു വൈഡർ റീച്ച് ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അതൊരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ആയിരിക്കും എപ്പോഴും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മലയാളികൾ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു മലയാളം പോഡ്കാസ്റ്റിനെ പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെ നമുക്ക് കൃത്യമായ പ്ലാനിങ്, ടോപ്പിക് ഐഡിയാസ്, ഫ്ലോ, ലൈക്ക് ഗസ്റ്റിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം നമുക്ക് കൃത്യമായിട്ടൊരു കലണ്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് രീതിയിൽ നമ്മുടെ പോഡ്കാസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മളൊരു പോഡ്കാസ്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വരുന്ന ഒരു 3 എപ്പിസോഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. ലൈക്ക് എന്നിട്ട് വേണം നമ്മൾ ലോഞ്ച് ചെയ്യാൻ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കവർ ഇമേജ്, നമ്മുടെ ലോഗോ, പിന്നെ നമുക്ക് ഇൻട്രോ മ്യൂസിക്, ഔട്ട്രോ മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കുള്ളൂ. ഇതൊക്കെ പോഡ്കാസ്റ്റിന് ബേസിക്കലി വേണ്ട കാര്യങ്ങളാണ്. പോഡ്കാസ്റ്റിൻ്റെ ഗ്രോത്തിന് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇപ്പോൾ എപ്പോഴും വീക്ക്ലി 2 എപ്പിസോഡ് അല്ലെങ്കിൽ വീക്ക്ലി 1 എപ്പിസോഡുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫേമസ് അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റ് ഫേമസ് ആയിരിക്കണം. ആ രീതിയിൽ മാത്രമേ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഒരു 30 മിനിറ്റ് എപ്പിസോഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് 30 സെക്കൻഡ്സിൻ്റെ പല പല റീൽസായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾക്ക് കൂടുതലത് കണ്ട് ഫെമിലിയർ ആവുകയും ആളുകൾ അപ്പോൾ നമ്മുടെ എപ്പിസോഡ് അന്വേഷിച്ച് വരാനും തുടങ്ങും. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ചാനലോ ഗ്രൂപ്പോ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആളുകൾ എത്തിക്കുകയും അപ്പോൾ നമുക്ക് ഈസിലി നമ്മുടെ പുതിയ എപ്പിസോഡ് വരുമ്പോൾ പുഷ് ചെയ്യാൻ പറ്റും. നമുക്ക് മലയാളം ലാംഗ്വേജ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി മലയാളം, ചെറിയ രീതിയിൽ ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലൈക്ക് എപ്പിസോഡുകൾ ചെയ്യാം. നിങ്ങൾക്ക് വൈഡ് റീച്ച് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോൾ ടു ആക്ഷൻ. നമ്മൾ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകളോട് നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഔട്ട്ഡ്രോ നമ്മളെപ്പോഴും പറഞ്ഞിരിക്കണം. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേഴ്സണൽ ബ്രാൻഡിനെ പറ്റി കേട്ടു. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ 100-ലധികം പേഴ്സണൽ ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ ഞാൻ 50-ലധികം പോഡ്കാസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ 5 മെയിൻ വീഡിയോ പോഡ്കാസ്റ്റേഴ്സിനെ ഞാൻ അവരെ പോഡ്കാസ്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ പ്ലാനിങ്ങും സ്ട്രക്ചറും എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് കേട്ടിട്ട് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാം. കൃഷ്ണലാൽ KJ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക്ഡിനിലോ ഇൻസ്റ്റാഗ്രാമിലോ എൻ്റെ പ്രൊഫൈൽസ് കാണാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോളോ ചെയ്ത് DM ചെയ്താൽ മതി. നമുക്ക് 1-on-1 ഇരുന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു 15 മിനിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റിനെ പറ്റിയുള്ള കൃത്യ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 2026 ഇനി വെറും 2.5 മാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഇതിലും നല്ലൊരു അവസരം ഇനിയില്ല. സോ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എപ്പിസോഡും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്ന ആഴ്ചകളിൽ പുതിയ എപ്പിസോഡായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.